തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. കലാമണ്ഡലത്തിൽ ചരിത്രമാറ്റങ്ങൾ കൊണ്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റുമ്പോഴും മറുഭാഗത്ത് ശമ്പളം ലഭിച്ചില്ല എന്ന കാരണത്താൽ സമരം പ്രഖ്യാപിച്ച് മുൻ അധ്യാപകർ രംഗത്ത്. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ ചരിത്രമാറ്റങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുമ്പോഴും മറുഭാഗത്ത് ശമ്പളം ലഭിച്ചില്ല എന്ന കാരണത്താൽ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം മുൻ അധ്യാപകർ. കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരാണ് കുടിശ്ശിക തീർത്തു നൽകാത്തതിനെ തുടർന്ന് സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. UGC അംഗീകരിച്ച 6ാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 6ാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടുതന്നെ 2007 ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചില്ല എന്നാണ് വിരമിച്ച അധ്യാപകർ പറയുന്നത്. UGC 7ാം ശമ്പള പരിഷ്കരണം അനുവദിച്ച് ഉത്തരവായപ്പോൾ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ശമ്പള കുടിശ്ശിക തീർത്തു നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായിട്ടും കലാമണ്ഡലത്തിൽ അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കലാമണ്ഡലത്തിലെ റിട്ടയർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത്. ഫെബ്രുവരി 24-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി ജനുവരി 21-ാം തീയതി കലാമണ്ഡലത്തിനു മുന്നിൽ സമരത്തിന്റെ കേളികൊട്ട് നടത്തുമെന്നും റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S. ഗോപകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ പ്രവർത്തകരാണ്. കലാമണ്ഡലത്തിൽ നിന്നും 30 വർഷം സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്ന് വിരമിച്ച് നിസ്സാരമായ പെൻഷനാനുകൂല്യങ്ങൾ ലഭിച്ച് 2007 പോലുള്ള കുടിശ്ശിക ലഭിക്കാതെ ഇങ്ങനെ ഒരു രണ്ടാന്തര പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വിഷയം നിരന്തരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ഈ മാസം 21-ന് അനിശ്ചിതകാല സമരത്തിൻ്റെ കേളിയോട്ട് നടത്തി. ആ അനിശ്ചിതകാല സമരത്തിൻ്റെ കേളിയോട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അടുത്ത ഫെബ്രുവരി മാസം 24-ാം തീയതി തുടങ്ങുന്ന അനിശ്ചിതകാല സമരത്തിൻ്റെ കേളിയോട്ടാണ് ഇവിടെ ആരംഭിക്കാൻ